ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ 2 ദിവസം ഭയങ്കര റഷ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്, കാരണം ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ലോക കണ്ടു. ലോക റിവ്യൂലേക്ക്, ലോക കഥയിലേക്ക് വരുമ്പോൾ, നമ്മുടെ മിത്തോളജിക്കലായിട്ടുള്ള കഥാപാത്രങ്ങൾ നീളി, കത്തനാർ, ഒടിയൻ, ചാത്തന്മാർ, ഈ കഥാപാത്രങ്ങൾ ഇന്നത്തെ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അറ്റംപ്റ്റ് എന്താണ്, അവരുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അവർക്ക് ഏത് ആൾക്കാരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ 2 ദിവസം വന്ന റിവ്യൂസും കമൻസും ഒക്കെ കണ്ടപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് സിനിമ കാണാൻ പോയത്. വിഷമമായിട്ട് തന്നെ പറയട്ടെ, ആ എക്സ്പെക്റ്റേഷൻസ് ഒന്നും അപ് ടു മാർക്കായിട്ട് തോന്നിയില്ല. കാരണം സ്ക്രീനിൽ അവർ എന്ത് കാണിക്കാൻ പോകുന്നുള്ള ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അത് ഒട്ടും ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട് തോന്നിയില്ല. നമ്മുടെ കഥാപാത്രങ്ങൾ അവരുടെ കഴിവുകളെല്ലാം ഇപ്പോഴും ഫോറിൻ കൺട്രീസിലുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ഒരു സൂപ്പർ സ്കിൽസ് ഉണ്ടല്ലോ, ആ സ്കിൽസ് വെച്ചിട്ട് ഈ കഥാപാത്രങ്ങളിലേക്ക് മിക്സപ്പ് ചെയ്തതുപോലാണ് ഫീൽ ചെയ്തത്. കഥാപാത്രങ്ങളുടെ ഒരുപാട് മായാജാലങ്ങൾ, കൺകെട്ട് വിദ്യകൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സൂപ്പർ സ്കിൽസ്, ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ എങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോഴും പുറത്തുള്ള സിനിമകളുടെ ഒരു സംഭവങ്ങളൊക്കെ വേണം എന്നുള്ളതിൽ തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോഴും തോന്നിയത്. സിനിമ തുടങ്ങി, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ചില സീക്വൻസ്, അതിൽ കുറച്ച് സീക്വൻസ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലതുപോലെ ഫീൽ ചെയ്തത്. അതിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കല്യാണി പ്രിയേഷിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീക്വൻസ്, അത് ശരത് സഭ എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആ ക്യാരക്ടറായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ലെവലിലേക്ക് ലീഡ് ചെയ്ത് വരുമ്പം ഒരു പാരൽ വേൾഡ് കളിയാണ്. ഫ്ലാഷ് ബാക്കും പ്രസൻറ്റ് വേൾഡിലുള്ള സംഭവങ്ങളും വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അത് അത്യാവശ്യം എഡിറ്റ് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക് ബോൺ ഉണ്ടല്ലോ, അതിന് ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് അത് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയൊന്നും വലിയ ഇഷ്ടപ്പാടുള്ള അവസ്ഥയായിട്ട് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സൂപ്പർ ഹീറോ സിനിമകളിലുള്ളത് പോലുള്ള എലമെൻറ്റ്സ് തന്നെയാണ് ഇതിനകത്തും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർവെൽ ജസ്റ്റ് ഓക്കെ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. പിന്നെ വില്ലൻ്റെ ഒരു സംഭവങ്ങളും, വില്ലൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു രീതിയിലേക്ക് മാറപ്പെടുന്ന എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിലുള്ള ഈ ഒരു എലമെൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം ഈ ഫോഴ്സിന് അവരുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഓപ്പറേഷൻ വലിയൊരു സംഭവമല്ല എന്നുള്ളത് പോലെയാണ് ഫീൽ ചെയ്തത്. അതൊരു ഈസി ഓപ്പറേഷൻ പോലെയാണ് ഫീൽ ചെയ്തത്. ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് അറ്റ് പാർട്സ് എന്നാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് പാർട്ട് ഈസ് പ്രൊഡക്ഷൻ. ദുൽഖർ സൽമാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാൻവാസിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ അപ്രിസിയേഷൻ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടർ കല്യാണി പ്രിയേഷൻ ചെയ്തിരിക്കുന്നത് അത് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് സിനിമോട്ടോഗ്രാഫി ഡൺ ബൈ നിമിഷ് രവി, ആൻഡ് എക്സ്ട്രീം ബാക്ക് ബോൺ ഇതിൻ്റെ മ്യൂസിക്കൽ സ്കോഴ്സാണ് ജേക്സ് ബിജോയ്. ഈ 4 സൈഡും ഈ സിനിമയിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് തന്നെയായിട്ടാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. പെർഫോമൻസ് സൈഡ് ആദ്യം പറഞ്ഞ പോലെ കല്യാണി പ്രിയേഷൻ അവരുടെ സിനിമ തന്നെയാണിത്. എല്ലായിടത്തും ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് നിൽക്കുന്നത്. മുസ്ലിം ചന്തു സലിംകുമാർ, ബാക്കിയുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, എൻ്റെ കാമുകൻ ടൈപ്പ് റോൾ, പിന്നെ ഒരു എർത്ത് ക്യാരക്ടർ, ബഡി ക്യാരക്ടർ, കൂട്ടുകാരൻ്റെ റോൾ ചന്തു സലിംകുമാർ ചെയ്തിരിക്കുന്നത്, അതൊക്കെ സ്ഥിരം സംഭവങ്ങൾ തന്നെയാണ്. അവരുടെയൊക്കെ ഒരു പോർഷനിലൊക്കെ എത്തുമ്പം ഈ സിനിമ സ്ഥിരം ക്ലീഷേ തന്നെയാണ്. ഇവരൊക്കെ വേണം താനും, പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരുടെ ഒരു ആ ക്യാരക്ടറുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളത് തോന്നി. ക്യാമിയോ അപ്പിയറൻസസ് വർക്കായത്, സണ്ണിവേൻ്റെ ക്യാരക്ടർ വർക്കായിട്ടുണ്ടായിരുന്നു, ടോവിനോയുടെ ക്യാരക്ടറും ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കഥാപാത്രം ഒരു എക്സ്മെനിലെ കഥാപാത്രമായിട്ടാണ് ഫീൽ ചെയ്തത്. ലാസ്റ്റ് ഒരു ക്യാമിയോ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കാണും. ആ ക്യാമിയോയ്ക്ക് വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ഈ സിനിമയിൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യമൊന്നും തോന്നിയില്ല. ഓവറോൾ ലോക ഒരു സൂപ്പർ സ്കിൽ അവയിൽ തന്നെയാണ്. എല്ലാ സിനിമകളുടെ ഒരു മിക്സ്. ബൈ റെട്രോ കാതികൻ.